Porsche വണ്ടി ഇതായി നടക്കാം. Porsche Macan. ഇത് ഗൈസ് നിങ്ങളിത് കണ്ടോ, ഇത് ഓറിയോയുടെ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ പൊട്ടിക്കാം അല്ലേ? ആയിട്ട് കഴിയില്ല. അപ്പോൾ പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചിട്ട് നോക്കാം. ബിസ്ക്കറ്റ് വലിയ ബിസ്ക്കറ്റാണ്. പക്ഷേ ശോകമാണോ? തോന്നില്ല. അപ്പോൾ ലച്ചുട്ടിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. വേറെ കോണി ഇഷ്ടമായോ? എനിക്ക് ഓറിയോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടമായോ? ഓരോ ബിസ്ക്കറ്റ് കഴിക്കണ ഒരു ഫീലിംഗ് ആണ്. ഒരു തണുത്ത സാധനം. നേരത്തെ ആ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് അല്ലാണെങ്കിലും തണുപ്പുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ട്. തനി ബിസ്ക്കറ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാർത്തിക്ക് നോക്കായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം നേരത്തെ കഴിഞ്ഞു, രാവിലെ ആയിരുന്നു ഷിഫ്റ്റ്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു നമുക്ക് ബർഗർ കഴിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്, കാരണം എല്ലാം ഏകദേശം നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്താണ് വിചാരിച്ചത് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു സംഭവമാണ്. ഇത് ബർഗർ പാറ്റീസ് തന്നെയാണ്, നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇത് റിൻഡ് ഫ്ലൈഷിന്റെ ബർഗർ പാറ്റിയാണ്, ബീഫിന്റെ ബർഗർ പാറ്റീസ് ആണ്. പൊതുവെ ഇവിടെ ബർഗറിനും യൂസ് ചെയ്യുന്നത് ബീഫ് പാറ്റീസ് ആണ്. അപ്പോൾ അതിൽ സാൾട്ട് പെപ്പർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റം ബർഗർ ബൺ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ സോസ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വലിയ വേറെ സോസൊന്നും വാങ്ങിച്ചിട്ടില്ല. ടൊമാറ്റോയും മയോണൈസും, കൂടുതൽ സോസൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇത് രണ്ടുമാണ് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് സലാഡ്, ഇതില് ഐസ്ബർഗ്, അതായത് നമ്മുടെ ലെറ്റ്യൂസ് ഇല്ലേ, ലെറ്റ്യൂസ്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് മിക്സ് ആയിട്ടുള്ള സലാഡാണ്. അപ്പൊ അങ്ങനെ ഒരു സലാഡ് വാങ്ങിച്ചു. പിന്നെ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീസ്, ചെഡാർ ചീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. ബ്രെഡിന്റെ ഉള്ളിൽ നമ്മൾ സാൻഡ്വിച്ച് പോലെ കഴിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഊസ്റ്റിന്റെ ഒരു, നമുക്ക് ഇത് പച്ചയ്ക്ക് കഴിക്കാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ബർഗറിൽ ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം, അതായത് ടൊമാറ്റോ, ഓണിയൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യാം. കുക്കുംബർ വേണോ? കുക്കുംബർ വേണ്ട. കുക്കുംബർ നമ്മൾ ബർഗറിൽ യൂസ് ചെയ്തേക്കണം എന്താക്കുന്ന മറ്റേ ഗൂർക്കനില്ലേ, ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് ചെയ്ത് അതാണ്. ഇത് ഫ്രഷ് ആയതുകൊണ്ട് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒലീവ്സ് വാങ്ങിച്ചിട്ടുള്ളൂ, അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടല്ല, അല്ലാണ്ട് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ കേട്ടോ. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നമ്മുടെ ബർഗർ പരിപാടിയിലേക്ക് എടുക്കാം. ഇത് ആദ്യം ആ ഒരു നമ്മുടെ റിൻഡ് ഫ്ലൈഷ് ഇല്ലേ, ബീഫ് പാറ്റി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ശരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉണ്ടാക്കാം. ഇതില് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. ബണ്ണ് ഉണ്ടാക്കണ്ട, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കണ്ട, അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എണ്ണ ചൂടാവട്ടെ.
വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മിൻസ്ഡ് മീറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, മുട്ടയൊക്കെ പൊട്ടിച്ച് കഴിക്കാം, അങ്ങനെ എന്തോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചുണ്ടാക്കണം. മറ്റേ നമ്മൾ റേറ്റ് കുറവാ അല്ലേ, നമ്മള് മിൻസ്ഡ് മീറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് €4 എടുത്തിട്ടുണ്ട്. ഇതിന് 4 രൂപ 4 പക്ഷെ വില കുറഞ്ഞുണ്ടായിരുന്നു, പക്ഷെ സാധനം തീർന്നു പോയി. ഇത് മാത്രം നമുക്ക് ബയോയാണ് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ചൂടായിട്ടുണ്ട് എണ്ണ. ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ബട്ടറിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഓയിൽ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ബട്ടറിലാണ്. മറന്നുപോയി കഴിച്ചു. ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കണമെന്നുള്ള കാര്യം മറന്നുപോയി. കാരണം നമ്മൾ കുറേ നാൾക്ക് മുന്നെയാണ് ബട്ടറിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഓയിൽ ഉണ്ടാക്കണേ എന്നുള്ള ചിന്തയിൽ നമ്മളിപ്പോൾ ബട്ടറിൽ ഉണ്ടാക്കുന്ന ചിന്ത പോയില്ല. നമ്മളിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാറ്റി. പെട്ടെന്ന് കളർ പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാറ്റി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കണ നമ്മുടെ ചെഡാറിൻ്റെ ചീസ് ഉണ്ടല്ലോ, ബർഗറിന് യൂസ് ചെയ്യുന്ന ചീസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വച്ചു കൊടുക്കാം. ബണ്ണിന്റെ മേലെ കയറ്റിട്ട് വെച്ചാൽ പോലെ ഇത് മറ്റേ ചൂടോടുകൂടി നമ്മൾ ചീസ് ആ പാറ്റിയുടെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇതാവുമല്ലോ. കാരണം നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഒന്ന് ചീസ് ആ സമയം കൊണ്ട് മെൽറ്റ് ആവും. അടുപ്പ് ചൂടായിട്ടില്ലാന്നോ? മലത്തിടുണ്ടോ? എനിക്ക് ഇഷ്ടം പാറ്റി വെച്ചു കൊടുക്കാം. മിക്സ് ചെയ്തു. നമുക്കിതിപ്പോൾ ബണ്ണ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ സവാളയും നമ്മൾ ടൊമാറ്റോ, വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് നമ്മൾ തക്കാളി 2 പീസ് എടുത്തിട്ടുള്ളൂ. 2 ബർഗറിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സോസ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സോസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അധികം സോസ് യൂസ് ചെയ്തിരുന്നു അല്ലേ? മതിയോ? വലിയ സോസാണ് കളിയിടാം. തക്കാളി വെച്ച് കൊടുത്തു. നമ്മൾ ലെറ്റ്യൂസ് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതിയില്ല, ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. എന്നിട്ടായിരുന്നു പാറ്റി വെക്കേണ്ടത്. മുട്ട വെച്ച് നമുക്ക് ഈ ഒരു പിന്നെ പേരെന്താണ്, യമണ്ടൻ ബർഗർ. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. കിട്ടില്ല സാധനം, ഒരു രക്ഷയില്ല. എനിക്ക് അതിന്റെ ഇടയിൽ കുറച്ച് യാലപ്പിനോസ് കൂടി വേണമെന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ലുക്കാണ്, കുറേ ഇങ്ങനെ ലെയറൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ മുട്ട എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം ഗൈസ്. നല്ല അടിപൊളി ലുക്കുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. കാണുമ്പോൾ മനസ്സിലായിട്ടോ നല്ല ലുക്കുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാം.